ഞാനും അവളും ഒട്ടും പ്രതീക്ഷിച്ചില്ലിക്ക ഇത്രയും നാളുമൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കാൻ പറ്റുമെന്ന്. ഇന്നലെ പാതിരാത്രിയിൽ നമ്മുടെ ആദിലമോള് ഷാനവാസിക്കടുക്ക പറയുന്ന ഡയലോഗാണ് ഇത്. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രി ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് 65 പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആദിലക്കുട്ടി ഷാനവാസിക്കടുക്ക ഇരുന്ന് രാത്രിയിൽ കഥ പറയുന്നുണ്ട്. ഷാനവാസിക്ക ഒരു സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഷാനവാസിക്കയുടെ ഗെയിം കളിക്കുന്നുണ്ട്, നല്ല ഒന്നാം തരം മാനിപ്പുലേഷൻ. ഈ ആതിര കൊച്ചിന്റെ ഒരു ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണെന്നറിയാവോ, ഷാനവാസിന്റെ കീഴിൽ ഇല്ലെങ്കിൽ അനുമോളുടെ കീഴിൽ സേഫ് ആയിട്ട് അങ്ങനെ ഇരിക്കുക. അതാണ് ആദിലയുടെ ഇപ്പോഴത്തെ ഒരു ഗെയിം. നൂറയും ഏറെക്കുറെയൊക്കെ അങ്ങനെയായി മാറുന്നുണ്ട്. പിന്നെ ഇടയ്ക്കെങ്കിലും ഇച്ചിരി ഗെയിമൊക്കെ നൂറൊക്കെ ഉണ്ടെന്ന് പറയാം. ആദില പക്ഷെ കംപ്ലീറ്റ്ലി അടിമ, ഒന്നുകിൽ അനുമോളുടെ അടിമ ഇല്ലെങ്കിൽ ഷാനവാസിന്റെ അടിമ. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആദില കൊച്ചിന്റെ ഒരു ഗെയിം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രി തന്നെ കാണുന്നുണ്ട് നമ്മുടെ അനുമോള്, ആര്യൻ, സാബുമാൻ, അക്ബറൊക്കെ ഇങ്ങനെ മറ്റേ ബെഡിലൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് അനുമോളുടെ കുക്കിംഗ് ക്ലാസ് നടക്കുന്നുണ്ട്. കടലക്കറി എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ അനുമോൾ ഇരുന്ന് പറയുന്ന കേൾക്കാം. പിന്നെ മാനിപ്പുലേഷൻ, നമ്മുടെ ഷാനവാസിക്കയുടെ മാനിപ്പുലേഷൻ ഗെയിം ഗംഭീരമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് എപ്പിസോഡ് ഇന്നലെ തുടങ്ങിയപ്പോൾ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ലൈവിന്റെ അപ്ഡേറ്റ്സിലൊക്കെ. മോർണിംഗ് ആക്ടിവിറ്റി ഗംഭീര മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. കൊടുത്ത ടോപ്പിക്കോ പി ആർ ഉള്ളത് ആർക്ക്, പി ആർ ഇല്ലാതെ ഇവിടെ കളിച്ചു നിൽക്കുന്നത് ആർക്ക്. ഒരു വലിയ ചോദ്യം. ഞാൻ ആലോചിച്ചു കേട്ടോ, ബിഗ് ബോസ് എന്താണ് ഈ പി ആറിന്റെ സാധനം? സാധാരണ ആ ഒരു ടോക്ക് വരാത്തതാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ടീം അംഗങ്ങൾക്ക് തന്നെ ഒരു ആഗ്രഹമുണ്ട്, ഈ പി ആർ എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ ജയിക്കുന്ന ആളുകൾ ഇവിടെ വേണ്ട, നന്നായിട്ട് കളിച്ച് ജയിക്കുന്ന ആൾക്കാർ വിന്നർ ആകട്ടെ എന്ന് ബിഗ് ബോസിനും അവിടെയുള്ള ക്രൂ മെമ്പേഴ്സിനും ഒക്കെ ആഗ്രഹം കാണുമായിരിക്കും. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഒരിക്കലും പി ആർ എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഈ ഗെയിം ഉള്ളിടത്തോളം കാലം, പി ആർ ഉള്ളിടത്തോളം കാലം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കളി ആയിരിക്കും. പി ആർ ഒക്കെ ഉണ്ടെന്ന് നേരത്തെ നമ്മളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇതിനെ പറ്റി നമ്മുടെ കണ്ടസ്റ്റൻസ് വന്ന് സംസാരിക്കുന്നുണ്ട്. ആദ്യമേ ഷാനവാസ് ആണ് വരുന്നത്. അപ്പം പി ആർ ഉള്ള ഒരാൾ ആരാണെന്നും പറയണം, പി ആർ ഇല്ലാത്ത ആരാണെന്നും പറയണം. എല്ലാവരും അനുമോളുടെ പേര്, എനിക്ക് തോന്നുന്നു ആദില നൂറ അനുമോളുടെ പേര് പറഞ്ഞിട്ടില്ല, പറയത്തില്ല. നൂറ് വന്നിട്ട് പറയുന്നുണ്ട്, പക്ഷെ അത് വേറൊരു രീതിയിലാണ്. ഞാൻ അതിനെപ്പറ്റി പറയാം. എന്താണെങ്കിലും ഷാനവാസ് ആണ് തുടങ്ങുന്നത്. ഷാനവാസ് വന്നിട്ട് പറയുന്നു, ഇവിടെ സംസാര വിഷയം ഉണ്ടായത് അനുമോളുടെ കേസിലാണ്, എനിക്ക് അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ല എന്ന് ഷാനവാസ് എടുത്തു പറയുന്നുണ്ട്. യാഥാർത്ഥ്യമൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നു. എന്നിട്ട് രാത്രിയിൽ ഇരുന്ന് പറയുന്നുമുണ്ട്, അനുമോൾ എൻ്റെ അടുക്ക പറഞ്ഞായിരുന്നു കേട്ടോ, അവൾക്ക് പി ആർ ഉള്ള കാര്യം അവൾ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ രാത്രിയിൽ ഇരുന്ന് പറയുന്നുമുണ്ട് ഷാനവാസിക്കയ്ക്ക് സത്യം പറഞ്ഞാൽ കിളി വല്ലതും പോയോ? ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഷാനവാസിക്ക, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആക്ടിവിറ്റി സമയത്ത് വന്നിട്ട് എനിക്ക് അതിൻ്റെ എന്താ യാഥാർത്ഥ്യം ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ പി ആർ ടീം നമ്മുടെ അക്ബറിനെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അക്ബർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ പി ആർ ഇല്ലാത്തത് ഇവിടെ അനീഷിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ഷാനവാസ് കാക്ക പറയുന്നുണ്ട്. അനീഷ് വന്നിട്ട് അനുമോളുടെ പേരാണ് പറയുന്നത്. പിന്നെ പി ആർ ഇല്ലാത്തത് ലക്ഷ്മിയുടെ പേരാണ് പറയുന്നത്. അനുമോളുടെ പേര് പറയുമ്പോൾ ഉള്ളൊരു കാരണം, അല്ലെങ്കിൽ കാരണം അനീഷേട്ടൻ പറയുന്നത്, ഈ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ആയിട്ട് നമ്മുടെ അനുമോള് കയറി പി ആർ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നാറുണ്ട്, ഈ കൊച്ചിന് പി ആർ ഇല്ലേ എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട്. ലക്ഷ്മി വന്നിട്ട് പി ആർ ഇല്ലാത്തത് നെവിനാണെന്ന് പറയുന്നു. അനുമോൾക്ക് പി ആർ ഉണ്ടെന്നും പറയുന്നു. പിന്നെ ഈ നോമിനേഷൻ വോട്ട് അസാധുവാക്കുന്ന പരിപാടി, കാരണം ആരും പറയാത്ത പേര് വന്ന് പറയുക, അങ്ങനെയൊക്കെ നോമിനേഷൻ അവർ അസാധുവാക്കി കളയുക, വോട്ട് അസാധുവാക്കി കളയുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ അനുമോളുടെ ഭാഗത്തു നിന്ന് നടക്കാറുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഒരു ഡൗട്ട്, ഇതൊക്കെ കാണിച്ചിട്ട് ഈ പെങ്കൊച്ച് എങ്ങനെ ഇവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അത് പക്ക പി ആർ എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അക്ബർ കാക്ക വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ എവിക്ഷൻ വന്നാൽ നോമിനേഷനുള്ള എല്ലാവരും ഡ്രസ്സൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് വെക്കണമെന്നാണല്ലോ, ആര് പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ അനുമോള് മാത്രം കുറച്ച് ഡ്രസ്സ് എടുത്ത് മാറ്റി വെച്ചേക്കും, കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെക്കത്തുള്ളൂ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവൾക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ആയി ഇവള് പോകത്തില്ല എന്നുള്ളത്. കാരണം ഗംഭീര പി ആർ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ അക്ബർ സംസാരിക്കുന്നത്. പിന്നെ പി ആർ ഇല്ലാത്ത വ്യക്തിയുടെ പേര് നെവിൻ്റെ പേരാണ് പറയുന്നത്. നെവിൻ്റെ പേര് പറയുമ്പോൾ നെവിനും അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നി ഏട്ടാ എനിക്കിവിടെ പി ആറിന് കൊടുക്കാൻ, എൻ്റെ ഡ്രസ്സ് മേടിക്കാൻ കാശ് ചെയ്യുന്നില്ല, അപ്പോഴാണ് പി ആറിന് എന്നൊക്കെ നെവിൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ നെവിനാണ് വരുന്നത്. നെവിൻ വന്നിട്ട് പറയുന്നുണ്ട്, ഈ എവിക്റ്റായി പോയ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്, അതായത് എമൗണ്ട് അടക്കം അനുമോള് പലരോടും ഇവരെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ നെവിൻ പറയുന്നുണ്ട്.
അതിനുശേഷം നൂറയാണ് വരുന്നത്. നൂറയാണ് അടിപൊളി മറുപടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ആ ഒരു പേര് പറയാതെ പറഞ്ഞു പോകുന്നത്. അതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ വന്നിട്ട് പറയുന്നുണ്ട്, അനുമോളുടെ ഞാൻ ഓൾറെഡി അറിഞ്ഞതാണ്, അതർ ദാൻ ദാറ്റ് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മിയുടെ പേര് PR ലക്ഷ്മി കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു സാധനം പറയുന്നത്. എന്നാൽ ഇങ്ങനെയാണ് പറയുന്നത്, അനുമോളുടെ ഞാൻ ഓൾറെഡി കേട്ടതാണ്, സോ അതർ ദാൻ ദാറ്റ് എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഈ ഒരു പറച്ചില് അനുമോളെ വെറുപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനുമോളെ വെറുപ്പിക്കുന്നില്ല, അനുമോളുടെ പേര് പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ അനുമോളുടെ പേര് പറയുന്നുണ്ട്. ആ രീതിയിലാണ് നൂറ കളിച്ചത്. എന്തായാലും വന്നിട്ട് നമ്മുടെ ലക്ഷ്മിക്കാണ് PR ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഒരു രീതിയിലും അനുമോളുടെ പേരൊന്നും ആദില പറയുന്നില്ല, പറയാൻ പറ്റത്തില്ല, കൂട്ടുകാരിയാണല്ലോ. വെറുപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പുറകിൽ നിന്ന് കുത്തിയ മറ്റേ ചേച്ചിയെ പോലെ എന്താണ് ശൈത്യ, അതുപോലെ പണി കിട്ടുമെന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ എന്താണെങ്കിലും വന്നിട്ട് അനുമോളുടെ പേരാണ് പറയുന്നത്. അനുമോളാണെങ്കിൽ വന്നിട്ട് നമ്മുടെ അനീഷിന്റെ പേര് പറയുന്നു. എന്താണ് നമ്മുടെ ഈ PR കൊടുക്കാത്തൊരു വ്യക്തി അനീഷേട്ടനാണെന്ന് തോന്നുന്നുണ്ട്. PR കൊടുത്തത് ബിന്നിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബിന്നിക്കൊച്ച് വരുന്നുണ്ട്. ബിന്നിക്കൊച്ച് വന്നിട്ടാണ് ഒരു കളി അങ്ങോട്ട് തുടങ്ങുന്നത്. ബിന്നിക്കൊച്ച് അങ്ങോട്ട് വന്നിട്ട് പറയും, അനുമോള് എൻ്റെ അടുത്ത് പറഞ്ഞ മാത്രം ഞാനിവിടെ പറയാം, എൻ്റെ ഇടയ്ക്ക് അനുമോൾ എന്താണോ പറഞ്ഞത് അത് മാത്രം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ബിന്നി അങ്ങോട്ട് തുടങ്ങുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞതാണ് PR ഉണ്ട്, അനുമോൾക്ക് PR ഉണ്ടെന്ന് അനുമോൾ എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്, എത്ര ലക്ഷമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോടായിട്ടല്ല, പക്ഷെ അത് അനുമോൾ തന്നെ അനുമോളുടെ വാഗുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ബിന്നി പറയുന്നുണ്ട്. ഉടനെ അനുമോൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഒരിക്കലുമില്ല എന്ന് അനുമോൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എമൗണ്ടിന്റെ കാര്യമായിരിക്കും, PR കൊടുത്തിട്ടില്ല എന്ന് അനുമോൾ ആ സമയത്ത് പറയുന്നില്ല, കാരണം പിന്നെ അനുമോൾ പറയുന്നുണ്ട് PR കൊടുത്തിട്ടുണ്ടെന്ന്. ഒരിക്കലുമില്ല എന്നൊരു ഡയലോഗ് അവിടെ പറയുന്നുണ്ട്. ഉടനെ ബിന്നി പറയുന്നുണ്ട്, നിന്റെ വായിൽ നിന്ന് കേട്ടു എന്നതാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് ബിന്നി പറയുന്നുണ്ട്. ഉടനെ അനുമോൾ ചോദിക്കുന്നു, എന്നാ നീ പറ, എത്ര ലക്ഷമാണ് നീ പറ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. ഉടനെ ബിന്നി പറയുന്നുണ്ട്, 16 ലക്ഷം അങ്ങനെ എന്തോ ആണ് നീ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുള്ളത്. PR ചെയ്യുന്നത്, എന്നിട്ട് ബിന്നി തന്നെയാണ് പറയുന്നത്, PR ചെയ്യുന്ന അത്ര മോശം കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് കാണുമ്പോൾ നമുക്ക് അയ്യോ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊരു തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇടുന്ന എഫേർട്ട്, ഇത് പറയുമ്പോഴത്തേക്ക് അക്ബർ ഒരു സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, PR ആവുമ്പോൾ PR അത്ര മോശം കാര്യമൊന്നുമല്ല, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പണിയെടുക്കണം എന്ന് അക്ബർ ഒരു സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. ഉടനെ ബിന്നി പറയുന്നുണ്ട്, അല്ല നമ്മൾ എഫേർട്ട് ഇട്ട് ഒരു ഗെയിമൊക്കെ പറയുമ്പോൾ ബോഡി പോലും നമ്മുടെ കയ്യ് കാല് ഇതൊക്കെ അവിടെ എവിടെയും തട്ടുക, ഇങ്ങനെയുള്ള പരിപാടികൾ ഒന്നും നോക്കാതെ നമ്മൾ കംപ്ലീറ്റ് എഫേർട്ട് എടുത്ത് കളിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ, സത്യമല്ലേ ബിന്നി എന്നാലും പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ചില പോയിന്റുകൾ, എല്ലാം ഒന്നുമല്ല. ഈ ഞാനും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെയാണ്, പക്ഷെ എൻ്റെ ഒരു ചോദ്യമാണ് അനുമോളുടെ, ഇപ്പൊ തന്നെ വരും താഴെ കമന്റ് ബോക്സിൽ, അനുമോൾക്ക് ഈ ജയ് എന്നും പറഞ്ഞ് അവരോടാണ്, ഏതെങ്കിലും ഒരു ഗെയിം പറയാവോ അനുമോൾ ജയിച്ചത് ഈ സീസണിൽ? ഏതെങ്കിലും ഒരു ഗെയിം അനുമോൾ ജയിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കാം, എന്നെ കുറ്റം പറഞ്ഞേക്ക്. പക്ഷെ നിങ്ങളൊന്ന് പറ, ഏത് ഗെയിമാണ് അനുമോൾ ജയിച്ചത്? ഏത് ടാസ്ക്കാണ് അനുമോൾ പെർഫെക്റ്റ് ആയിട്ട് കളിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുള്ളത്? എനിക്കറിയാൻ പാടില്ല. അപ്പൊ എന്താണെങ്കിലും ബിന്നി ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്ക് ഉടനെ ഷാനവാസ് സൈഡിൽ നിന്ന് എണീറ്റിട്ട് നമ്മളിവിടെ വന്ന് കഷ്ടപ്പെട്ട് എന്നൊരു ഡയലോഗ് പറയുന്നത് കേട്ടു. ഈ പറയുന്ന ഷാനവാസിനും PR ഉണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു അറിവ്. പക്ഷെ ഒരാളും അവിടെ ഷാനവാസിന്റെ പേര് പറഞ്ഞില്ല. അതാണ് ഷാനവാസിന്റെ ഗെയിമും ഷാനവാസ് എന്ന മാനിപ്പുലേറ്ററും. ഷാനവാസിന്റെ ദേഹത്തോട്ട് ബിന്നി പോലും ഷാനവാസിന്റെ പേര് പറഞ്ഞില്ല. എൻ്റെ അറിവില് ഷാനവാസിനും ബിന്നിക്കും ബിന്നിയുടെ കാര്യം അറിയത്തില്ല, അനുമോള് അക്ബർ ഷാനവാസ് ഇവർക്കൊക്കെ PR ഉണ്ട്, എല്ലാവർക്കും PR ഉണ്ട്. ആര്യന്റെ കേസ് ഉണ്ടെന്നും ഇല്ലെന്നും കേൾക്കുന്നുണ്ട്. ഇല്ലെന്നാണ് ഭൂരിഭാഗം കുറെ ആളുകൾ പറയുന്നത് കേട്ടത്. പക്ഷെ അനുമോൾക്കുണ്ട്, അത് അനുമോൾ സമ്മതിക്കുന്നുണ്ട്, അനുമോൾ പറയുന്നുണ്ട് എനിക്കുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഇവിടെ എഫേർട്ട് എടുത്തിട്ടാണ് കളിക്കുന്നത്. പക്ഷെ ഒന്നും ചെയ്യാതെ ചില ആളുകൾ ഇവിടെ ഇങ്ങനെ, പ്രത്യേകിച്ച് അനുമോളെയാണ് പറയുന്നത്, ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ടും ഇങ്ങനെ മുന്നോട്ട് നിന്ന് പോകുന്ന കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആവുന്നുണ്ട്. നമ്മുടെ ബിന്നി ചെറുതായിട്ട് കരച്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ആക്ടിവിറ്റി കഴിയുമ്പോഴത്തേക്ക് ബിന്നി അനുമോളും കൂടെയും ഇതിന്റെ പേരിൽ ചെറിയൊരു ഉടക്ക് നടക്കുന്നുണ്ട്, സംസാരം നടക്കുന്നുണ്ട്. അപ്പം ബിന്നി ലക്ഷ്മി സാബുമാൻ ഇവർ മൂന്നുപേരും കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ബിന്നി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, അപ്പാനി പോയ സമയത്ത് പറഞ്ഞതാ. അതായത് ബിന്നിയോട് അനുമോൾ ആ സമയത്ത് പറഞ്ഞതാണ്, മൈക്ക് എങ്ങാണ്ട് ഇങ്ങനെ മാറ്റിയിട്ടിട്ട് അനുമോളോട് പറഞ്ഞിട്ടുണ്ട്, അനുമോൾ ബിന്നിയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പാനിയൊക്കെ പോയി, അപ്പാനിയുടെ സെയിം PR ആണ് എനിക്കും PR ചെയ്യുന്നത്, അപ്പൊ അപ്പാനി പോയപ്പോൾ എനിക്കൊരു പേടിയുണ്ട് എന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ട് എന്ന് ബിന്നി പറയുന്നുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അനുമോൾ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവത്തില്ല. എന്താണെങ്കിലും അനുമോൾക്ക് PR ഉണ്ടെന്നുള്ള കാര്യം അനുമോൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് അത്ര വലിയ തെറ്റൊന്നും ഇല്ല, PR ഒക്കെ ചെയ്യും. പക്ഷേ
ഈ PR ചെയ്യുന്ന ആൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അതിനകത്ത്. അനുമോളുടെ പ്രത്യേകിച്ച് എന്താ ഇപ്പൊ നിങ്ങൾ പറയും, അയ്യോ പ്രത്യേകിച്ച് ഇപ്പൊ ചേച്ചിമാര് വരും, അയ്യോ എന്റെ പാവം കുഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനുമോൾക്ക് സപ്പോർട്ട്. കുറെ ഞാൻ കാണാറുണ്ട്. ചേച്ചിമാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഞാൻ നിങ്ങളെ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അനുമോൾ കീ ജയ്, അനുമോൾ കീ ജയ്, അനുമോൾ ലവ് എന്നും പറഞ്ഞ് കുറെ ഫേക്ക് അടി എന്നുള്ള സാധനങ്ങളും ഒക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അനുമോൾക്ക് ഒരു വോട്ട് കൊടുക്കാന്ന്. പിന്നെ അനുമോളുടെ മറ്റേ വീട്ടിലെ പാവം കരയുന്ന കുഞ്ഞ് വോട്ട് കുത്തിക്കോ, ഞാൻ വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ അർഹതയുള്ളവർക്ക് കുത്തുന്നതല്ലേ അതിൻ്റെ ഒരു ന്യായം. അങ്ങനെയല്ലേ ഗെയിം കളിക്കുന്നവരെ നോക്ക് ഈ സീസണിൽ. അതുകൊണ്ട് ആരാണ് ഇത്ര വലിയ ഗെയിമർ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് ആരുടെയും പേര് പറയാറൊന്നുമില്ല. അത് വേറൊരു സത്യം, നഗ്ന സത്യം. പക്ഷേ അനുമോളുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചില് പിഴിച്ചില് എന്താണ്? അങ്ങനെ വെറുതെ കരഞ്ഞു കാണിക്കുന്ന ഒരാൾ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിന്നെ ഈ ഗെയിമിന്റെ വില എന്താ? എനിക്കത് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. പിന്നെന്താ ഈ ഗെയിമിന്റെ ഒരു വില എന്ന് വെച്ചിട്ട് അനുമോള് തീരെ കൊള്ളത്തില്ല, ഗെയിമില്ല, അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. അത് വേറൊരു സത്യം. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു കാര്യമൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോള് നമ്മുടെ 100 അടുക്കലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, 50 ലക്ഷം രൂപ കൊടുത്താലും ഇവിടെ നന്നായി നിന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു ഡയലോഗ് അനുമോള് പറയുന്നുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണിക്കണം. അനുമോളും കാണിക്കുന്നുണ്ട്. അനുമോളുടെ കരച്ചിൽ ഉണ്ട്. അനുമോള് കണ്ടന്റ് കൊടുക്കുന്ന മെയിൻ അതാണല്ലോ, കരച്ചിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ ആര്യൻ ജിസൈൽ പുതപ്പിനടിയിൽ നടന്ന കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ പേരിലുള്ള വഴക്ക്, അനുമോളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ അനുമോള് കൊടുത്ത കണ്ടന്റുകളാ. ഒരുപാട്, എനിക്ക് തോന്നുന്നു 19 ദിവസം അനുമോള് കൊണ്ട് മാത്രം ഓടിയിട്ടുണ്ട് ഇല്ലേ? അത് കരച്ചിലാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അനുമോളെ കൊണ്ട് ഓടിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഗെയിം തീരാൻ പോവുകയാണ്. ഇനി ആകെ 4 ആഴ്ചയും കൂടി എങ്ങാണ്ടേ ഉള്ളൂ. ഈ ഒരു സമയത്തും അനുമോള് തന്നെ കണ്ടന്റ് ആണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അനുമോള് തന്നെ എല്ലാം തികഞ്ഞവൾ എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനൊന്നും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയല്ലേ. ഗെയിമാണ്, ഗെയിമായിട്ട് കാണ്, മനസ്സിലായില്ലേ? അങ്ങനെ കാണ്. നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവളാണ് അനുമോള്, എനിക്കും പ്രിയപ്പെട്ടതാ, പാവം കൊച്ച്, അങ്ങനെ ഞാനും വേണമെങ്കിൽ പറയാം. പക്ഷെ എന്ന് വെച്ചിട്ട് 24 മണിക്കൂർ കരഞ്ഞു കാണിച്ചെന്നും പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ കാണിക്കുന്ന വെച്ചിട്ട് വിന്നറൊക്കെ പിടിച്ച് ആക്കല്ലേ. അതിനുള്ള അർഹതയൊക്കെ ഉണ്ടോ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുത്തുക വോട്ട്, നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ അനുമോള്, ആദില നൂറ, ഷാനവാസ് ഇവരിങ്ങനെ ഇരിക്കുന്ന നേരത്ത് അനുമോള് പറയുന്നുണ്ട്, എനിക്ക് PR ഉണ്ട്, ഞാൻ ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. എന്റെ പൊന്നനുമോളെ, എന്തിനാ അനുമോളെ അങ്ങനെയൊക്കെ പറയുന്നത്? ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ല എന്ന്. ഈ ഷോ എന്താണെന്ന് അറിയാതെ ഒരാൾ ഇതിനകത്തോട്ട് പോയി കയറുമോ? എനിക്കറിയത്തില്ല. എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. അനുമോൾ ഇതിനു മുമ്പ് ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും PR കൊടുത്തിട്ടുണ്ടെന്ന് അനുമോൾ അത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്. എനിക്കറിയാം ഇവിടെ ആർക്കൊക്കെ PR ഉണ്ട് എന്നും അനുമോൾ പറയുന്നുണ്ട്. ഉടനെ ഷാനവാസ്, ആർക്കൊക്കെ അനുമോളെ, ആർക്കൊക്കെയാ? ഉടനെ അനുമോൾ പറയുന്നുണ്ട്, അക്ബറിനുണ്ട്, ബിന്നിക്കുണ്ട്, ആര്യനുണ്ട് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ഇതൊക്കെ അനുമോൾക്ക് അറിയാല്ലേ. എന്നിട്ട് ഷാനവാസ് കാക്കയ്ക്ക് മാത്രം ഉള്ള കാര്യം അനുമോൾക്ക് അറിയത്തില്ലേ? എൻ്റെ അറിവിലും ഷാനവാസ് കാക്കയ്ക്കും ഒക്കെ PR ഉണ്ട്. അവിടെ PR ഇല്ലാതെ ഇപ്പം നിൽക്കുന്നത് എൻ്റെ അറിവിൽ അനീഷേട്ടൻ അത്ര വലിയ PR, മുടിയൊക്കെ ആകെ കുളവായല്ലേ. എന്തായാലും ആട്ടെ, അനീഷേട്ടന് വലിയ PR, അനീഷേട്ടൻ്റെ അനിയനൊക്കെ പല ഈ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്നത് വളരെ, അതായത് ഒരു PR ഏജൻസിക്ക് കൊടുത്തൊന്നും ചെയ്യിപ്പിക്കുന്നതായിട്ടൊന്നും അറിവില്ല. എന്താണെങ്കിലും ഇതുവരെ. പിന്നെ നെവിൻ്റെ കാര്യത്തിലും ഇല്ല കേട്ടോ. നെവിൻ്റെ കാര്യമൊക്കെ അവിടെ എല്ലാവരും പറയുന്നുണ്ട്, നെവിനും ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴാണ്, മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓപ്പൺ നോമിനേഷൻ വരുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനെപ്പറ്റി ഞാൻ വീണ്ടും ഇവിടെ പറയുന്നില്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കിച്ചണിൽ നെവിൻ അനുമോൾ ഒരു ചൊറിച്ചിൽ നടക്കുന്നുണ്ട്. നെവിൻ പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. നെവിൻ പറയുന്ന വേറെ ഒന്നുമല്ല, ഒരു ടാസ്ക് പോലും ജയിക്കാതെ എങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നു അനുമോളെ, അതിനും വേണം ഒരു തൊലിക്കട്ടി എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. സത്യമാണ്. ഞാനത് നിങ്ങളോട് ചോദിച്ചേ, ഏതെങ്കിലും ഒരു ടാസ്ക്, എന്തെങ്കിലും ഒരു ഗെയിമൊക്കെ അനുമോള് ജയിച്ചതായിട്ട് ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡാൻസ് മാരത്തോൺ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ, എനിക്ക് തോന്നുന്നു സാബുമോൻ, പിന്നെ നമ്മുടെ കാർത്തുമ്പി ലക്ഷ്മി അല്ലല്ലോ, കാർത്തുമ്പി ലക്ഷ്മി അല്ലേ, ആ ലക്ഷ്മി, പിന്നെ നമ്മുടെ നൂറ, ഇവരുടെയൊക്കെ ചെറിയ പിന്നെ വേലായുധനായിട്ട് വന്ന് നമ്മുടെ ഷാനവാസ് കാക്ക, ഇവരുടെയൊക്കെ ചെറിയ ഡാൻസും പരിപാടിയൊക്കെയാണ് നടന്നത്. ബാക്കിയൊക്കെ നാളെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലുള്ള കഥ പറച്ചിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾ എപ്പിസോഡിൽ കാണാത്തതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എപ്പിസോഡിൽ കണ്ടത് നമ്മുടെ ഷാനവാസും അതിലെ നൂറയും കൂടെ ഇരുന്നിട്ട് അനുവിനെ പറ്റി സംസാരിക്കുന്നതാണ്. അനു വിശ്വസിച്ച് പറയുമോ ഈ ബിന്നി പറയുന്നുണ്ട്, ബിന്നിയെടുക്ക് ഇത് പറഞ്ഞെന്ന് നൂറ ചോദിക്കുന്നത്. അപ്പം നൂറ പറയുന്നുണ്ട്, ഒരിക്കലും അവൾ ബിന്നിയെ വിശ്വസിച്ച് പറയാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നൂറ. അപ്പം പ്രത്യേകിച്ച് ഈ ആക്ടിവിറ്റി സമയത്ത് പുറത്തിട്ടത്, പിന്നെ ഷാനവാസ് പറയുന്ന ആക്ടിവിറ്റി സമയത്ത് ഈ പുറത്തൊക്കെ അതുകൊണ്ടൊന്ന് ഇട്ടത്, പിന്നെ ആ ഒരു കേസ് എടുത്തിട്ടത് അത് ശരിയായില്ല എന്നൊക്കെ ഷാനവാസൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷാനവാസ് പറയുന്നുണ്ട്,
പക്ഷെ അഡ്വാൻസ് കൊടുത്ത കാര്യവും ബാക്കി ഇറങ്ങിയിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട കാര്യവും അതൊക്കെ എന്നോടും അവൾ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ഷാനവാസിക്ക് അങ്ങോട്ട് ഉറപ്പിക്കുക കേട്ടോ. ഷാനവാസിക്ക് അത് പറയുന്നുണ്ട്. അപ്പൊ ഈ ആക്ടിവിറ്റി കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ആക്ടിവിറ്റി കഴിഞ്ഞ സമയത്ത് ബിന്നിയും നമ്മുടെ അനുമോളും വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഷാനവാസും അക്ബറും കൂടെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇവരുടെ ഇടയ്ക്ക് ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ഷാനവാസ് 16 ലക്ഷം രൂപയോ, അത്രയൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ അക്ബറും അയ്യോ ശരിയാ 16 ലക്ഷം എന്നൊക്കെ രണ്ടുപേരും കൂടെ ഇരുന്ന് അവിടെ പറയുന്നത് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. എന്നിട്ടാണ് പാതിരാത്രി ഷാനവാസിക്ക അതിലോടും നൂറയോടും ഇരുന്ന് കഥ പറയാൻ നേരത്ത് പറയുന്നത് അഡ്വാൻസ് ഒക്കെ അവൾ കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, ഇത്ര ലക്ഷം ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട്, ബാക്കി പുറത്തിറങ്ങിയിട്ട് കൊടുക്കണമെന്നും ഒക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അക്ബറും എന്നോട് ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഷാനവാസിക്ക പറയുന്നുണ്ട്. ഷാനവാസിക്ക എവിടെങ്കിലും ഒരിടത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഓക്കെ ഒരിടത്തൊരു കാര്യം പറഞ്ഞു, ഷാനവാസിക്ക അത് തന്നെ പിന്നെയും പറ. ഈ മാറ്റി മറ്റേ കുളം കുത്താതെ കിടന്നുകൊണ്ട് ആദ്യമേ അക്ബറിനൂടെ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണൊക്കെയാണ് കാണിക്കുന്നത്. രാത്രി ഇരുന്ന് അതിനോടും നൂറോടും പറയുമ്പം എനിക്കതറിയാം, അനുമോള് പറഞ്ഞിട്ടുണ്ട്, കൂടാതെ അക്ബറും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ജനങ്ങൾ മണ്ടന്മാരായി പോവുമല്ലേ ഷാനവാസിക്ക. നിങ്ങളെയൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ജനങ്ങൾ. അല്ല, ഞാനൊരു കാര്യം പ്രിയപ്പെട്ടവരോട് പറയാം, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ആരെ ഒരു പരിധി കൂടുതൽ ഗെയിമാണത്. അവർ കളിക്കുന്നത് അവർക്ക് ചിക്കില് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. കള്ളം പറയും, സത്യം പറയും, ഇന്ന് പറയുന്ന നാളെ മാറ്റി പറയും, എന്തും പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഇനി ലൈവിൽ എന്താണെന്ന് ഞാൻ പോയി ഒന്ന് നോക്കട്ടെ. ഇനി എന്തെങ്കിലുമൊക്കെ അതിനകത്ത് സംഭവിക്കുന്നുണ്ടോന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.